ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കൺട്രി ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് കൺട്രി ആണ്. അതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് മനീലയാണ്. അതുപോലെ അവരുടെ കറൻസി എന്ന് പറയുന്നത് ഫിലിപ്പൈനോ പെസോ ആണ്. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഫിലിപ്പീനോ ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജായി കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. ടൈം സോൺ വരുന്നത് GMT+8 ആണ്. അവരുടെ നാഷണൽ കരിയർ വരുന്നത് ഫിലിപ്പൈൻ എയർലൈൻസ് ആണ്. പിന്നെ വൈ വിസിറ്റ് ഫിലിപ്പീൻസ് എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പീൻസ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻലി അവരുടെ ഫേമസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ബീച്ചസ് ആണ്. അതുപോലെ തന്നെ ഐലൻഡ്സും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ വാം ഹോസ്പിറ്റാലിറ്റി ആണ് ഫിലിപ്പീൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതിൻ്റെ ഫേമസ് ഡെസ്റ്റിനേഷൻസ് വരുന്നത് ബൊറാക്കയാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ വൈറ്റ് സാൻഡ് ബീച്ചസ് ആണ്. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് ഓൾസോ അത് വളരെ ഫേമസ് ആണ്. പിന്നെ വരുന്നത് അവരുടെ പലവാൻ എന്ന് പറയുന്നതാണ്. അവിടുത്തെ നമുക്ക് അണ്ടർഗ്രൗണ്ട് റിവർ ഉണ്ട്, ഫേമസ് ആണ് അണ്ടർഗ്രൗണ്ട് റിവർ. പ്യോട്ടോ പ്രിൻസസ് ആണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത്, നീളം എന്ന് പറയുന്നത് 8.2 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെയാണ് അവരുടെ സെബു എന്ന് പറയുന്ന സിറ്റി. അവിടെ ഫേമസ് ആയിട്ടുള്ളത് വെയിൽ ഷാർക്ക് ഡൈവിംഗ് ആണ്. പിന്നെ അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഐലൻഡ് ഹോപ്പിങ്ങിന് നമുക്ക് അവിടെ പറ്റും. പിന്നെ വരുന്നത് അവരുടെ ബോഹോൽ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അവിടെ മെയിനായിട്ട് ചോക്ലേറ്റ് ഹിൽസ് ആണ് വരുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. പിന്നെ അവരുടെ ബീച്ചസ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മനീല. അവിടെ മെയിനായിട്ട് ഹിസ്റ്ററി, ഷോപ്പിംഗ്, ഒരു ഫിലിപ്പൈൻസിൻ്റെ മോഡേൺ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാൻ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട സിറ്റിയാണ് മനീല എന്നാണ്. പിന്നെയാണ് അവരുടെ സിയാഗോ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അതൊരു സർഫിംഗ് ക്യാപിറ്റലാണ്. മെയിനായിട്ട് കൾച്ചർ ആൻഡ് ഫുഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. പിന്നെ അവരുടെ മേജർ എയർപോർട്ട്സ് ആണ്. മേജർ എയർപോർട്ട്സ് വരുന്നത് നിനോയ് അക്യൂനോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് മനീലയിൽ. അതുപോലെ ക്ലാർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൽവാൻ സിറ്റിയിൽ പ്യോട്ടോ പ്രിൻസസ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതുപോലെ അവരുടെ ബോഹോൽ എന്ന് പറയുന്ന സിറ്റിയിലാണ് പാങ്ക്ലാവോ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. പിന്നെ ഈ പറയാനുള്ളതാണ് ബൊറാക്കെ സിറ്റിനെ പറ്റിയിട്ട്. അവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പൗഡറി വൈറ്റ് സാൻഡ് ബീച്ചസ് ആണ്. നല്ല ഭംഗിയായിട്ടായിരുന്നു ആ ബീച്ചസ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫാണ്. വൈറ്റ് ബീച്ചിന് മെയിനായിട്ട് വരുന്നത് ഐക്കോണിക് ആയിട്ടുള്ള 4 സ്ട്രെച്ചിൽ വരുന്ന ഒരു ക്രിസ്റ്റൽ വാട്ടേഴ്സ് ആണ്. അതാണ് അതിനെ ബ്യൂട്ടി ആക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. പാരാസൈലിംഗ്, കൈറ്റ് സർഫിംഗ്, സ്കൂബ ഡൈവിംഗ്, ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് ആണെങ്കിൽ ബാറ്, ഡാൻസസ്, ലൈവ് മ്യൂസിക് ഇതൊക്കെ നമുക്ക് ഈ സിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ സ്പോട്ടാണ് അവിടെ വില്ലീസ് റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അവരുടെ വൈബ്രൻറ്റ് സിറ്റിയായ മനീല എന്ന് പറയുന്നത്. അത് ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റലാണ് വരുന്നത്. അവിടെ നമുക്ക് കൂടുതൽ ഹിസ്റ്ററി, ഷോപ്പിംഗ് ഹബ്സ്, മോഡേൺ സിറ്റി ലൈഫൊക്കെ നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഫേമസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇൻട്രോമ്യൂറസ് എന്ന് പറഞ്ഞാൽ, അതായത് ഹിസ്റ്ററിക്കൽ വാളാണ് അവരുടെ ഒരു സ്പാനിഷ് എറ ആ സമയത്തുള്ള ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ടൈപ്പാണ് അത് വരുന്നത്. പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള റിസൽ പാർക്കാണ്. അതൊരു അവരുടെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ്. അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് വലിയ മോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏഷ്യയിൽ തന്നെ വലിയൊരു മോൾ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മോഡേൺ വൈബാണ്, നൈറ്റ് ലൈഫ്, കൾച്ചർ ഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ അവരുടെ അടുത്ത ഫേമസ് സിറ്റിയാണ് സെബു എന്ന് പറയുന്നത്. സെബുവിൽ ഫേമസ് ആയിട്ടുള്ള വെയിൽ ഷാർക്ക് ഡൈവിംഗ് ആണ്. അതുപോലെ തന്നെ ഫിലിപ്പൈൻസിൻ്റെ റിച്ച് കൾച്ചർ ഹെറിറ്റേജ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐലൻഡ് ഹോപ്പിങ്ങും അഡ്വഞ്ചറെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ്, പറ്റിയൊരു സിറ്റിയാണ് സെബു എന്ന് പറയുന്നത്. സെബുവിൽ ഫേമസ് ആയിട്ടുള്ള ഒസ്ലോബാണ്. അതായത് ഈ ഷാർക്കിൻ്റെ കൂടെയുള്ള സ്വിമ്മാണ് വരുന്നത്, വെയിൽ ഷാർക്കിൻ്റെ കൂടെയുള്ള. പിന്നെ വരുന്നതാണെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. അതുപോലെ തന്നെ ഐലൻഡ് ഹോപ്പിംഗ് വരുന്നുണ്ട്. വാട്ടർഫോൾസും അഡ്വഞ്ചറെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സിറ്റിയാണ് സെബു എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഫേമസ് സിറ്റിയാണ് പലവാൻ എന്ന് പറയുന്നത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് നേച്ചർ സൈഡാണ്. അതായത് അണ്ടർഗ്രൗണ്ട് റിവർ, മൗണ്ടെയ്ൻസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പലവാനിൽ വരുന്നത്. നമുക്കിത് കൂടുതൽ ആളുകളും ഇത് കാണാൻ തന്നെ വേണ്ടിയിട്ടാണ് അവിടത്തേക്ക് പോകുന്നത്. പ്യോട്ടോ പ്രിൻസസയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് റിവർ. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. പിന്നെ അവരുടെ ബീച്ചസ് ആൻഡ് മറൈൻ ലൈഫ് ഉണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, കോറൽ ലീഫ്, വൈൽഡ് ലൈഫ് ഒക്കെ നമുക്ക് ഈ ഒരു സിറ്റിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന അവരുടെ മെയിൻ സിറ്റിയാണ് ബോഹോൽ എന്ന് പറയുന്നത്. ബോഹോലിനെ ഫേമസ് ആക്കുന്നവരുടെ ചോക്ലേറ്റ് ഹിൽസ് ആണ്. 1200 കോൺ ഷേപ്പ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ പോലെയാണ് ഈ ചോക്ലേറ്റ് ഹിൽസ് ഉള്ളത്. ഒരു ചോക്ലേറ്റ് ടൈപ്പ് തന്നെ ആയിട്ടായിരിക്കും കംപ്ലീറ്റ് ഇത് ഉണ്ടാവാൻ. ഫിലിപ്പീൻസിലൊരു ഫേമസ് അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കവിടെ പാൻഗ്ലോ ഐലൻഡ് കാണാൻ പറ്റും. സ്റ്റണ്ണിങ് ബീച്ചസ്, ഡൈവിങ്, റിസോർട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് റിവർ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് സീനിക് ബോട്ട് റൈഡ്, ലോക്കൽ മ്യൂസിക്, ലോക്കൽ കൾച്ചർ ആൻഡ് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും.
പിന്നെ വരുന്നത് സിയാർഗോ എന്ന് പറയുന്ന അവരുടെ ഫേമസ് സിറ്റി എന്ന് പറയുന്നത് കൂടുതലും വരുന്നത് സർഫിംഗ് ക്യാപിറ്റലാണ് വരുന്നത് ഫിലിപ്പീൻസിൻ്റെ. നമുക്കവിടെ ഐലൻഡ് ഹോപ്പിംഗ് ഉണ്ട്, നേച്ചർ സ്പോർട്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതായി വരുന്നതെന്ന് പറഞ്ഞാൽ വിസ റിക്വയർമെൻറ്റ്സ് ഫോർ ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസിനെ ഫിലിപ്പീൻസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസൻ്റെ ഡീറ്റെയിൽ ആണ് ഇതിൽ പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് വിസാസ് ആണുള്ളത്, ടൂറിസ്റ്റ് വിസയും പിന്നെ വിസ ഫ്രീ ട്രാൻസിറ്റും ആണ് വരുന്നത്. നമ്മളൊരു വാലിഡ് വിസ ഹോൾഡർ ആണെങ്കിൽ, അതായത് US, ജപ്പാൻ, ഷെങ്കൻ, UK, കാനഡ ഓർ സിംഗപ്പൂർ ഓർ ഓസ്ട്രേലിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിലിപ്പൈൻസിൽ വിസ ഫ്രീ ആയിരിക്കും അപ് ടു 14 ഡേയ്സ് വരുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വാലിഡ് പാസ്പോർട്ടാണ്, മിനിമം 6 മന്ത്സ് വാലിഡിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ ഫോം, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, കൺഫേംഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ ബുക്കിംഗ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ട്രാവൽ ഇൻഷുറൻസ്, കവർ ലെറ്റർ. ഇതൊക്കെയാണ് മെയിനായിട്ട് വിസ ഡീറ്റെയിൽസിന് വേണ്ടത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഫിലിപ്പീൻസിനെ അട്രാക്റ്റ് ആക്കുന്ന കാര്യങ്ങളും ഫിലിപ്പീൻസിലെ മെയിൻ സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഡു ഫോളോ വെസ്പേർഡ് ഹോളിഡേയ്സ്.